എന്ത് ചെയ്യാനാ മോളെ? നിന്നെ ഏതെങ്കിലും ടാറ്റയുടെയോ ബിർളയുടെയോ കുടുംബത്തിലേക്ക് ആകാശത്തിനും ഭൂമിക്ക് ഇടയിൽ വെച്ച് കല്യാണം നടത്തി അയക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല ഈ ഡാഡിക്ക്. ഡാഡി വിഷമിക്കണ്ട, ഈ കല്യാണം നടക്കില്ല. എന്താടി ഇതിൽ നീ വല്ലതും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? തീർച്ചയായും ബണ്ണി ഇവിടെ വരികയും ഇവളെയും കൊണ്ട് പോവുകയും ചെയ്യും. അതാ ഉദ്ദേശമെങ്കിൽ വരണ്ടെന്ന് പറ. വന്നാ തിരിച്ചു പോവില്ല. ആ മഹാദേവനുണ്ടല്ലോ, മനുഷ്യനല്ല മൃഗവാ. ആ മൃഗം നിങ്ങളെ തിന്നാതെ നോക്കിക്കോ. നോക്കിക്കൊള്ളാവടി. നീ കണ്ടോ അവൻ വന്നാ എങ്ങനെ തിരിച്ചു പോകുന്നെന്ന് കാണാലോ. എന്താ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഇതുവരെ എല്ലാം കറക്റ്റ് ആണ്. കല്യാണം കൂടാൻ വന്നവരുടെ ഇടയിലെല്ലാം മഹാദേവന്റെ ആൾക്കാരെ അണ്ണാ. എടാ സത്യ, എനിക്ക് ഈ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ലടാ. അണ്ണ ഇവിടെ ഉണ്ടായിരുന്ന അണ്ണ ഞാൻ ചുമ്മാ പറഞ്ഞ. എടാ സത്യ, അമ്മയുടെ മുഖത്ത് സന്തോഷമാണോ അതോ സങ്കടമാണോ നോക്കി പറയടാ. സന്തോഷമാണ്. എന്നാ പെണ്ണി തീർച്ചയായും വരികയും ചെയ്യും, കല്യാണം മുടക്കും. അണ്ണാ, ആ ബണ്ണി വരുന്നുണ്ടോ? ഇനി ഇവിടെ നടക്കുന്നതല്ല ഒരു ക്രിക്കറ്റ് കമന്ററി പോലെ നീ എനിക്ക് പറഞ്ഞു തരണേ. അണ്ണാ, അവൻ വലിയ ഹീറോയെ പോലെ ചോക്ലേറ്റിൽ നിന്ന് മോളെ സൈറ്റ് അടിച്ച് കാണിക്കുക. കയ്യും കാലും വിറയ്ക്കുന്നുണ്ടോ നോക്ക്. അവന് യാതൊരു വിറയിലുമില്ല. ഞാൻ ചോദിച്ച അണ്ണന്റെ കാര്യമാടാ. വെളിച്ചപ്പാടിനെ കൂട്ട് വിറയ്ക്കുവാണ. ഇതെങ്ങനെയാ കാണാതെ അണ്ണന് മനസ്സിലായത്? എക്സ്പെക്ട് ചെയ്തതാ. അണ്ണാ തീർത്തേക്കട്ടെ. താലികെട്ടിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഈ സോമരാജ് തന്നെ നമുക്കെതിരെ തിരിഞ്ഞേക്കും. നോക്കാം അവൻ എന്താ ചെയ്യുന്നതെന്ന്. ഇത് നിന്റെ വെറും ഹോസ്റ്റലാണെന്ന് കരുതരുത്. ഇത് പുലിമടയാണെന്ന് നീ ഓർത്തോ? കാടാണോ പുലിമടയാണെന്നോ സിംഹക്കുട്ടികൾ നോക്കാറില്ല. അണ്ണാ അണ്ണാ, ഇത് ഇവന്റെ ഡയലോഗൊന്നുമല്ല, പഴയ നടൻ ജയന്റെയാ. ഇനി വേഗം വധുവരന്മാര് പോയി കല്യാണ വസ്ത്രങ്ങൾ മാറി വരിക. മോളെ മഹി. എന്താ ഡാഡി? ഓ, എന്തൊക്കെയാടാ നടക്കുന്നത്? എന്തോ നടക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മോളെ. ഇനി വധുവരന്മാരെ കൊണ്ടുവരിക. മോളെ 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 കഥ തുറക്ക്. മോളെ മോളെ കഥ തുറക്ക്. മോളെ 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 കഥ തുറക്ക്. എന്തിനാ ബഹളം വെക്കുന്നത്? എന്താ ഡാഡി കാണിക്കുന്നത്? അല്ല മോളെ, മുഹൂർത്തത്തിന് സമയമായി. അണ്ണാ, കല്യാണ ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയണ്ണാ. മോനെ, എടാ നിക്ക്. അവനെ ഒന്നും ചെയ്യരുത്. എന്റെ മോനിപ്പോൾ അവന്റെ കസ്റ്റഡിയിലാ. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് സർ. സോമരാജ്, നിങ്ങൾക്കൊരു മനുഷ്യനായി മാറാനുള്ള അവസാനത്തെ ചാൻസ് ആയത്. മാറണം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചോളവാരത്തേക്ക് വാ. വന്നില്ലെങ്കിൽ നീ വിളിച്ചോണ്ട് വാ. ഇല്ലെങ്കിൽ നിന്റെ ഒരേ ഒരു മകനുണ്ടല്ലോ, അവനെ നീ ഇനി കാണില്ല. ബൈ. ഓം ഗോവിന്ദായ നമഃ. വേണ്ടടാ, ഇനി പ്രശ്നങ്ങളൊന്നും വേണ്ട. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി. എല്ലാം മറന്നേക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട്
എന്റെ ഭാര്യ എന്നോടൊന്ന് ചോദിച്ചു. അവന്റെ അച്ഛനെ കൊന്നവനാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്റെ ജീവിതം ഓർത്തിട്ടാ നിങ്ങളുടെ ജീവൻ എന്റെ മരുമകൻ വിട്ടു തന്നത്. നമ്മുടെ മോളുടെ ജീവിതം ഓർത്തിട്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയെങ്കിലും മാറിക്കൂടെ? ഞാൻ പണത്തിന് വേണ്ടി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എത്ര കോടി രൂപ സമ്പാദിച്ചു കൂട്ടിയാലും എനിക്ക് വാങ്ങാൻ പറ്റാത്ത ഒന്നുണ്ട്: എന്റെ മകളുടെ മനസ്സിലെ സന്തോഷം. ഞാൻ മിണ്ടാതിരുന്നപ്പോ ഡാഡിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ മരിച്ചുപോയ ഡാഡിക്ക് അത് സഹിക്കാൻ പറ്റൂ? എല്ലാ തെറ്റുകളും ഞാൻ സമ്പത്തിന് വേണ്ടിയാ ചെയ്തത്. എന്നാൽ എന്റെ മകൾക്ക് വേണ്ടി വേണ്ട, വേണ്ടടാ. എന്റെ മഹാലക്ഷ്മിയെ അവന് തന്നെ കൊടുത്തേക്കാം. വേണ്ട, വേണ്ട മഹാദേവ, വേണ്ട. നരസിംഹസ്വാമി കീ ജയ്, നരസിംഹസ്വാമി കീ ജയ്, നരസിംഹസ്വാമി നരസിംഹസ്വാമി കീ ജയ്, 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 നരസിംഹസ്വാമി കീ. എടാ, എന്റെ മോനെ എവിടെടാ? മര്യാദയ്ക്ക് എന്റെ മോനെ വേഗം കൊണ്ടുവരുന്ന നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ വെറും ഒരു മനുഷ്യനാണെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, മൃഗമാടാ. പിഞ്ചു കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, പാട്ടുവൃദ്ധന്മാരാണെങ്കിലും തല കൊയ്തെറിയുന്ന മൃഗം. ഇന്നലെ വരെ ഇവനൊരു മൃഗമായിരുന്നു, ഇന്ന് പെട്ടെന്ന് അവൻ വലിയ മഹാത്മാവായിരിക്കുന്നു. എടാ, ഇവന്റെ മകളുടെയും എന്റെ മകന്റെ വിവാഹം ഇപ്പോ ഇവിടെ വെച്ച് നടക്കണം. ഇവന്റെ സ്വത്തുക്കൾ മുഴുവൻ എന്റേതാകണം. അത് നീ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം നശിപ്പിക്കും ഞാൻ. എടാ, നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ അച്ഛനെ ഈ ഞാനാടാ കൊന്നത്. എന്താടാ നീയൊക്കെ കുരച്ചോണ്ട് വരുന്നത്? എല്ലാത്തിനെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയും ഞാൻ. കണ്ടില്ലേ ടാങ്കർ കിടക്കുന്നത്? പുതുതായി ഇറങ്ങിയ പെട്രോൾ ആണടാ. എന്ത് മൈലേജ് ആണെന്ന് അറിയോ? എത്ര പേരെ വേണമെങ്കിലും കത്തിക്കാം. ഏയ്, എന്റെ മോനെ മര്യാദയ്ക്ക് കൊണ്ടുപോടാ. എന്താടാ മിണ്ടാത്തത്? ഞാൻ പൂജിക്കുന്ന ഈ ലക്ഷ്മി നരസിംഹസ്വാമിയെ സാക്ഷിയാക്കി പറയുക, നിന്നെ ഞാൻ ഇവിടുന്ന് ജീവനോടെ ഇന്ന് പോകാൻ അനുവദിച്ചാൽ ഞാൻ പിന്നെ രാജരാജവർമ്മയുടെ പുത്രനെ ആയിരിക്കില്ലടാ. സബാഷ്! അതേടാ, ആ ധൈര്യമുണ്ടാവട്ടെ, അങ്ങനെ ധൈര്യമുണ്ടാവട്ടെ. ഈ പ്രശ്നം നീയും ഞാനും തമ്മിലാ. ഇതിൽ നിന്റെ ആൾക്കാരും ചാവരുത്, എന്റെ ആൾക്കാരും ചാവരുത്. ഞാൻ ഒറ്റയ്ക്കാ വരുന്നത്. നീയോ ആണാണെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഇനി മുതൽ നീയോ ഞാനോ ഒരാളെ ഉണ്ടാവൂ. വാടാ. എന്താടാ ധൈര്യമില്ലേ നിനക്ക്? നീ ആണാണെങ്കിൽ വാടാ. നിന്നെ കൊന്ന ചിതയിൽ നിന്നാ ഞാൻ ചോളവാരം പ്രൊജക്ടിന് തറക്കല്ലിടാൻ പോകുന്നത്. വാടാ, വാ. ഒന്ന് പോടാ. നീ എന്റെ ഈ കാൽമുട്ട് വരെയല്ലേ ഉള്ളൂ. നാവടക്കടാ പന്ന ചെറ്റേ. വാ. അടിക്ക്.
വാടാ. നിന്റെ ജീവനേക്കാൾ നിന്റെ അച്ഛന്റെ ലക്ഷ്യമാണ് വലുത്. എനിക്ക് എനിക്ക് കൊല്ലവനെ. കൊല്ലവനെ. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. നീയാണോ ബണ്ണി? അതെ സർ. ആഹാ, നീ നിന്റെ അച്ഛന്റെ പേരിനൊപ്പം കുടുംബത്തിന്റെ അന്തസ്സും നിലനിർത്തി. ഐ റിയലി അപ്രീഷിയേറ്റ് യു. താങ്ക് യു സർ. സർ, ഈ ചോളവരം അച്ഛൻ്റെ സ്വപ്നോ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ അതിനുവേണ്ടി വിട്ടുതരിക. ദാ സാർ ഡോക്യുമെന്റ്സ്. ആ പ്രോജക്റ്റ് നടക്കണം സർ.